പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ നാട്ടിൽ ഇന്നലെ നടന്ന അപകടം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോകും. ഒരു 21 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ആ മാതാപിതാക്കളുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. ഈ ഒരു അപകടം എങ്ങനെയാണ് നടന്നിരിക്കുന്നത് എന്ന് കേട്ടാൽ ഞെട്ടിപ്പോകും നിങ്ങളൊക്കെ. കണ്ണൂരിനെ മൊത്തം സങ്കടത്തിലായെത്തിയ ഈ ഒരു മരണം, ഈ വേദനയിൽ ആ കുടുംബത്തോടൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. അവിടുത്തെ നാട്ടുകാരൊക്കെ ഇപ്പോൾ വളരെയധികം നിസ്സഹായതയോടെയാണുള്ളത് ഈ കുട്ടിയുടെ മരണം കാരണം. കുട്ടി മരിക്കാൻ കാരണത്തിൽ അവരും ഒരു പങ്കാളിയായല്ലോ എന്ന് അവർക്കും വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്കും അറിയാതെ പറ്റിപ്പോയ സംഭവമാണിത്. കുട്ടി ഇത്ര ഗുരുതരാവസ്ഥയിലാണെന്ന് അവിടുത്തെ നാട്ടുകാരും അറിയില്ലായിരുന്നു. ഇന്നലെ വ്യാഴാഴ്ച രാവിലെ 9:15 ഈ അപകടം നടക്കുന്നത്. കോളേജിലേക്ക് പോവുകയായിരുന്നു ഈ പാവം മോൻ. ഈ അപകടത്തെ തുടർന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജിലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ മരണപ്പെട്ട പി ആകാശ്. കൊളച്ചേരി ചേലേരി സ്വദേശിയാണ് മോൻ. വെറും 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പയ്യന്നൂർ ഭാഗത്തേക്ക് രാവിലെ പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം നടന്നത്. അപകടം നടന്നതാണ് ആകെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയത്. അപകടം നടന്നത് KSRTC ബസ് അടിച്ചാണെന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു KSRTC ബസ് കുട്ടിയുടെ ദേഹത്ത് കയറിയിറങ്ങിയെന്ന്. ചിലർ പറയുന്നത് കുട്ടി ബൈക്കിൽ നിന്നും തെറിച്ച് KSRTC ബസ്സിന്റെ മുന്നിൽ വീഴുകയും KSRTC ബസ് കയറിയിറങ്ങിയാണ് കുട്ടി മരണപ്പെട്ടതെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റോഡ് വളരെ മോശമായ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ കുറച്ച് നാളുകളായി അങ്ങോട്ട് പോകാത്ത. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരുപാട് അപകടം നടന്ന ഒരു റോഡാണത്. ബസ്സുകാർ പറയുന്നത് കുട്ടി തെറിച്ചു വീണ് തലയിടിച്ചാണ് മരണപ്പെടുന്നതെന്ന്. അങ്ങനെ ഈ കുട്ടിക്ക് അപകടം നടന്നപ്പോൾ ഇതിനെ ചൊല്ലി തർക്കമുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയെ ആരും ശ്രദ്ധിച്ചില്ല. അത് തന്നെയാണ് മരണത്തിന് കാരണമായിരിക്കുന്നതെന്ന് ആളുകൾ പറയുന്നത്. ശരിക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. പല അഭിപ്രായങ്ങളുമുണ്ട്. കുട്ടിയുടെ തലയിൽ നിന്നും രക്തം വാർന്നൊലിച്ചാണ് കുട്ടി അവിടുന്ന് മരണപ്പെടുന്നത്. തൊട്ടടുത്ത് തന്നെ ആശുപത്രി ഉണ്ടായിട്ടും ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നോർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, നാട്ടുകാർക്കുമുണ്ട്. എന്നാൽ ഈ ഒരു തർക്കം വന്നപ്പോൾ ഈ കുട്ടിയെ ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതാരും കരുതിക്കൂട്ടി ചെയ്തതല്ല. അതിൻ്റെ പേരിൽ നാട്ടുകാർക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട്. അവരൊക്കെ കരുതിയിരിക്കുന്നത് നിസ്സാര പരിക്കാണെന്നാണ് കരുതിയത്. ഈ ബസ്സുകാരുമായി തർക്കമുണ്ടായത്രേ. ബസ്സുകാർ പറഞ്ഞ് ഞങ്ങളുടെ തെറ്റല്ല, കുട്ടി തെറിച്ചു വീണ് തലയിടിച്ചാണ് മരണപ്പെടുന്നത് എന്ന്. അങ്ങനെ ഈ കുട്ടി തെറിച്ചു വീണ് അപകടത്തിൽപ്പെട്ടപ്പോൾ മണിക്കൂറുകളോളം അവിടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും ഉണ്ടായത്രേ. അതിനിടയിൽ കുട്ടിയുടെ തലയിൽ നിന്നും രക്തം വാർന്നൊഴുകി കുട്ടി മരണപ്പെടുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. അതാണ് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാക്കുന്നത്. ആ കുട്ടിയെ നമ്മളൊക്കെ കൂടി കൊന്നതുപോലെ ആയിപ്പോയി. ഇതിൻ്റെ ശരിക്കും സത്യാവസ്ഥ അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. പല തരത്തിലാണ് ഈ ഒരു അപകടത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നത്. കുട്ടി റോഡിന്റെ സൈഡിലൂടെ ബൈക്കുമായി പോകുമ്പോൾ ഈ സൈഡ് ഭാഗത്ത് ഒരു ഭാഗത്ത് ടാറും ഒരു ഭാഗത്ത് ജെല്ലിയുമാണ്. അപ്പോൾ ആ ജെല്ലിയിൽ കുട്ടിയുടെ വണ്ടി കയറുകയും തെറിച്ചു വീഴുകയും തലയടിക്കുകയും ചെയ്തു എന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് തെറിച്ച് വീണപ്പോൾ KSRTC ബസ് കയറി ഇറങ്ങുകയായിരുന്നു എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. രക്ഷിക്കാനുള്ള നിർണായകമായ സമയമാണ് നമ്മളൊക്കെ കളഞ്ഞത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ പല അപകടങ്ങളും വന്നാൽ ചിലർ ഈ അപകടം പറ്റിയവരെ ശ്രദ്ധിക്കില്ല. അപകടം ഉണ്ടാക്കിയവരെയാണ് ആളുകൾ ശ്രദ്ധിക്കുക. അവരുടെ മെക്കെട്ടാണ് കയറുക. അപ്പോൾ ചിലപ്പോൾ ആളുകൾ ഇവന് വലിയ പരിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം തലയിടിച്ചത് കാരണം ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടിയുടെ തലയുടെ ബാക്ക് ഭാഗം ഇടിച്ച് അതിലൂടെ രക്തം വാർന്നൊഴുകുന്നത് ആരും ശ്രദ്ധിച്ചില്ല. ഈ ബസ്സുകാർ ഇതിനിടയിൽ തർക്കമുണ്ടാക്കിയപ്പോൾ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ റോഡുകളിൽ അപകടം നടന്ന നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ആ വീണവരെ നോക്കുക, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഇതുപോലെ എനിക്കും ഒരു ബൈക്ക് അപകടം ഉണ്ടായിരുന്നു. കൊറോണ സമയത്തായിരുന്നു. റോഡിൽ തെറിച്ച് വീണ് ഇതുപോലെ റോഡിലേക്ക് തെറിച്ച് വീണ്
എൻ്റെ കൈ വണ്ടിക്കടിയിലായിപ്പോയി. ഈ കൈ കൊണ്ട് ഇപ്പോൾ വെയിറ്റുള്ളൊന്നും എടുക്കാൻ പറ്റില്ല. എന്തോ പടച്ചറബ്. അല്ലെങ്കിൽ ആ ടയർ എൻ്റെ തലയിലായിരുന്നു കയറി ഇറങ്ങേണ്ടത്. പടച്ചറബ് കാത്തതാണ്. ഞാൻ ഇതുപോലെ പോകുമ്പോൾ ഒരു വണ്ടി എന്നെ തട്ടിയ ഉടനെ ഞാൻ തെറിച്ചു വീണത് ഒരു വാനിൻ്റെ അടിയിലായിരുന്നു. എന്തോ പടച്ചറബ് കാത്തു. എൻ്റെ കൈയിൻ്റെ മേലെ കൂടിയാണ് ആ വണ്ടി കടന്നു പോയത്. ആ വണ്ടിയെയും കണ്ടില്ല, ആളെയും കണ്ടില്ല. കൊറോണ സമയമായതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആളുകളും ഉണ്ടായില്ല. എന്തോ ഇതിൽ ഞാൻ പടച്ചറബിൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ട് ഞാൻ എങ്ങനെയല്ലോ എണീറ്റ് നിന്നു. കുറേ ടൈം നിന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. കുറേ ടൈം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോക്കാരൻ വരുന്നുണ്ടായിരുന്നു. ആ ഓട്ടോക്കാരൻ എന്നെ വണ്ടിയിലെടുത്ത് കൊണ്ടുപോയി അവിടെ AKG ഹോസ്പിറ്റലിലാക്കി. എൻ്റെ ഫോണ് വാങ്ങിച്ച് എൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് ആ ഡ്രൈവർ പോയത്. പടച്ചറബ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ അവരുടെ ജോലിയിലൊക്കെ. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയാണ് നമുക്കൊക്കെ വേണ്ടത്. ആളുകൾ പറയുന്നത് എന്നെ കൊണ്ടുവന്ന ആ ഓട്ട നിറച്ചും ബ്ലഡാണെന്ന്. ഞാൻ വെയിറ്റുള്ള ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ കൈ കൊണ്ട് ഒന്നും പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപകടം പറ്റിയവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലിപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും സംഭവിച്ചു. പടച്ചറബ് ഓരോരുത്തർക്കും ഓരോ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ മകൻ ഇത്രയും ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് നമുക്കൊക്കെ സമാധാനിക്കാനല്ലേ പറ്റുള്ളൂ. സങ്കടം ഇല്ലായിട്ടല്ല, ഒരുപാട് സങ്കടമുണ്ട്. ഇന്നലെ ആ സങ്കടം കാരണം നിങ്ങളോട് പറയാൻ പറ്റിയില്ല. വളരെയധികം സങ്കടം തോന്നുന്നത് ഈ പാപ്പനശ്ശേരി ഭാഗത്ത് തന്നെ നല്ലൊരു ഹോസ്പിറ്റലുണ്ട്. തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. ഇതുപോലെ തന്നെ കണ്ണൂർ ഒരു മറക്കാൻ പറ്റാത്തൊരു കാർ അപകടം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. കാറിന് തീ പിടിച്ച് ഒരു ഫാമിലി കത്തിച്ചാമ്പലാകുന്നത് ജനങ്ങൾ മൊത്തം നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥ. പടച്ചറബ്ബേ, ആ മനസ്സിൽ നിന്ന് ഇപ്പം പോകുന്നില്ല. കാറിനുള്ളിൽ നിന്നുള്ള അവരുടെ കരച്ചിൽ. ഗർഭിണിയെയും കൊണ്ട് പോകുന്നതായിരുന്നു. അതും അപകടം നടക്കുന്നത് ഫയർഫോഴ്സിന്റെ നേരെ മുന്നിൽ നിന്ന്. അടുത്ത് തന്നെയാണ് ഫയർഫോഴ്സും, എന്നിട്ടും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പടച്ചറബിന്റെ ആ ഒരു വിധി എന്ന് പറയുന്നത്. ഫയർഫോഴ്സിന്റെ നേരെ മുന്നിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്, എന്നിട്ട് പോലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആളുകൾക്കൊക്കെ നോക്കി നിൽക്കേണ്ടി വന്നു. അവിടുന്ന് കത്തിക്കരിഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് ആളുകളൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്നു. ഗർഭിണിയായ സ്ത്രീയെയും കൊണ്ട് കണ്ണൂർ ആശുപത്രിയിലേക്ക്, ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇവർ. ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ ഫയർഫോഴ്സ്. ആ അടുത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു അപകടം നടക്കുന്നത്. പെട്ടെന്ന് കാറിനുള്ളിൽ ചെറിയൊരു പുക വന്നു. കാറിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് ഗർഭിണിയായ സ്ത്രീയും അവരുടെ ഭർത്താവും അവരുടെ അമ്മയും അച്ഛനുമാണ്. ഈ സ്മോക്കിംഗ് കണ്ട ഉടൻ തന്നെ ഇവൻ വണ്ടി നിർത്തി അമ്മയോടും അച്ഛനോടും ഇറങ്ങാൻ പറഞ്ഞു. ഡോർ തുറന്ന് ഇറങ്ങലും തീ അങ്ങനെ ആളിക്കത്തുകയാണ്. പിന്നെ ഇവർക്ക് ഈ ഫ്രണ്ടിലിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ ഡോറ് തുറന്നിട്ട് കിട്ടാതായി. അങ്ങനെ ഉരുകി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ആളിക്കത്തുകയായിരുന്നു. നാട്ടുകാരൊക്കെ പല ശ്രമങ്ങളും നടത്തിയിരുന്നു, പക്ഷെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ ഒരു സംഭവം ഇപ്പോഴും മനസ്സിൽ നിന്നും പോയിട്ടില്ല. പടച്ചറബ്ബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കട്ടെ, നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ബസ് ഡ്രൈവറെ വളവട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തു എങ്കിലും ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. പടച്ചറബ്ബ് ആ മകന് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടച്ചറബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകാൻ എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.